ഭഗവതേ വാസുദേവായ. ഒരു ഗായകന് തന്റെ ശബ്ദം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അയാളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് തുല്യമാണ്. ലോകം ആദരിക്കുന്ന ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ജീവിതത്തിൽ ആ ഒരു കറുത്ത ദിനം കടന്നു വരുന്നു. കച്ചേരിക്കിടെ പാടിക്കൊണ്ടിരിക്കെ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ നാവൊന്ന് കുഴഞ്ഞു. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ഡോക്ടർമാരും വൈദ്യന്മാരും കൈമലർത്തി. വൈദ്യശാസ്ത്രത്തിന് ചികിത്സിക്കാനാവുന്നതിനും അപ്പുറമായിരുന്നു ആ നിശബ്ദത. തന്റെ പ്രാണവായുവായ സംഗീതം ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് അദ്ദേഹം ഭയന്നു. ഒടുവിൽ ലോകം തോൽക്കുന്നിടത്ത് ജയിക്കുന്നവന്റെ അടുത്തേക്ക് അദ്ദേഹം ഓടിയെത്തി. ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ തല തല്ലിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, എന്റെ ഗുരുവായൂരപ്പ, നിന്റെ കീർത്തനങ്ങൾ പാടാനല്ലേ നീ എനിക്ക് ഈ ശബ്ദം നൽകിയത്? പിന്നെ എന്തിനാണ് പാടാൻ കഴിയില്ലെങ്കിൽ എനിക്ക് നീ ജീവിതം? ഇത് നീ തന്നെ തിരിച്ചെടുത്തോളൂ. ആ നിസ്സഹായ അവസ്ഥയുടെ കണ്ണുനീർ ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ വീണലിഞ്ഞു. അന്നൊരു ഏകാദശി നാളായിരുന്നു. രാത്രിയിൽ ഒരു സ്വപ്നം. ഗുരുവായൂരപ്പന്റെ വിഗ്രഹത്തിൽ നിന്ന് ഒരു പ്രകാശം തന്റെ അടുത്തേക്ക് വരുന്നത് അദ്ദേഹം കണ്ടു. ഭഗവാൻ തന്റെ തൊണ്ടയിൽ തലോടിയതുപോലെ ഒരു അനുഭവം. പിറ്റേന്ന് പ്രഭാതത്തിൽ ഏകാദശിയുടെ പുണ്യവേളയിൽ അശ്രണർക്ക് തുണയായ നാഥനെ ഓർത്ത് അദ്ദേഹം അറിയാതെ വിളിച്ചുപോയി, നാരായണ. നഷ്ടപ്പെട്ട ആ നാദം പഴയതിനേക്കാൾ കരുത്തോടെ, പഴയതിനേക്കാൾ തിളക്കത്തോടെ മടങ്ങി വന്നിരിക്കുന്നു. അതൊരു ശാസ്ത്രത്തിന് നൽകാൻ കഴിയാത്ത, വിശ്വാസത്തിന് മാത്രം സാധ്യമായ ഒരു അത്ഭുതമായിരുന്നു. അന്നു മുതൽ അദ്ദേഹം തന്റെ ശബ്ദം ഭഗവാന്റെ ദാനമായി കണ്ടു. ഒരു രൂപ പോലും വാങ്ങാതെ ഗുരുവായൂരപ്പന്റെ നടയിൽ അദ്ദേഹം പാടിക്കൊണ്ടിരുന്നു. ഭക്തന്റെ വിളിപ്പുറത്ത് ഓടിയെത്തുന്ന ആ കാരുണ്യക്കടലിന്റെ കഥ ഇന്നും ചമ്പൈ സംഗീതോത്സവത്തിലൂടെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഗുരുവായൂരപ്പ കാത്തുരക്ഷിക്കണേ.